ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ടൊവിനോനെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ സീമാസിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല. അടുത്ത ദിവസം വരാമെന്ന് ഓർത്ത് പിന്നീട് തിരിച്ചു പോരുവാണേ. രാവിലെ അപ്പോൾ ഫുഡൊന്നും അങ്ങനെ ശരിക്കും കഴിക്കാതെയായിരുന്നു പോകുന്നത്. 9:15 കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങിയായിരുന്നല്ലോ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നോർത്ത് ഞാനും ബിനിതയും കൂടി തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണേ. ഞാൻ പിന്നെയും കുറച്ച് ഫുഡ് രാവിലെ കഴിച്ചായിരുന്നു. ബിനിതയാണെങ്കിൽ ഒട്ടും കഴിച്ചില്ല. നല്ല വെയിലും ആയിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള കോയിഡി കഫേയിലാണ് ഞങ്ങൾ കയറിയത്. ചെന്നപ്പോൾ തന്നെ ജ്യൂസ് ഓർഡർ ചെയ്തു. അതുപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു. നല്ല ചൂടാണ് ഇവിടെ പകലിപ്പോൾ. പിന്നെ പിസയും ആണ് ഓർഡർ ചെയ്തത്. ചേട്ടനപ്പം ഉച്ചക്കത്തേക്ക് ചോറ് കൊണ്ടുപോയില്ലായിരുന്നു. ഞാനും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഫുഡ് രാവിലെ ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ചേട്ടനും അപ്പം ഓഫീസിൽ നിന്ന് വന്നു. ഫുഡ് കഴിച്ചിട്ട് ഇനി റിട്ടേൺ പോകാമെന്ന് ഓർത്ത്. അന്നേരത്തേക്ക് ഒരു 12:30 ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ജ്യൂസൊക്കെ വന്നു. അവൾ വാട്ടർമെലൺ ജ്യൂസും ഞാൻ ഫ്രഷ് ലൈമും ആണ് പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ പിസയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. ചേട്ടനപ്പം സിംഗിൾ ബിരിയാണിയാണ് പറഞ്ഞത്. ചേട്ടൻ അങ്ങനെ പിസ്സ, ബർഗർ അതിനോടൊന്നും അത്ര താല്പര്യമില്ല. കഴിക്കും, പക്ഷെ അത്ര താല്പര്യമില്ല. പിന്നെ ഉച്ച ആയായിരുന്നല്ലോ, അതുകൊണ്ട്. പിന്നെ എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇഷ്ടം. ഞാനും ചേട്ടനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ചേട്ടന് ഇഷ്ടമുള്ള സാധനം എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമുള്ള സാധനം ചേട്ടന് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെയാണ്. ചേട്ടൻ്റെ ബിരിയാണി പറഞ്ഞിട്ട് അത് വന്നു. അപ്പോൾ ചേട്ടന് വിശക്കുന്നുണ്ടെന്നും പറഞ്ഞ് ചേട്ടൻ കഴിച്ചും തുടങ്ങി കേട്ടോ. ഞങ്ങളുടെ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരിക്കുവാണ്. സിംഗിൾ ബിരിയാണി ആയിരുന്നു പറഞ്ഞത്. ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടനാണെ ബിരിയാണി കഴിച്ച് തീർന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ പിസ്സ വന്നു. കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. ചിക്കൻ ചീസ് പിസ്സയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. കുറച്ച് ലേറ്റ് ആയാലും വന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി തുടങ്ങുക. ബിരുദി അപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എനിക്ക് പിസ്സയും ബർഗറും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കട്ടപ്പനയിലൊരു കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ പിസ്സ, ബർഗർ അങ്ങനെ കിട്ടുന്ന കടകളൊന്നും റെസ്റ്റോറൻറ്റുകളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ടാണ് പിസ്സയും ബർഗറും മൊമോസും സൂപ്പും ഒക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ വന്നു തുടങ്ങിയത്. ബിനിത കഴിച്ചു തുടങ്ങി. അപ്പോൾ ഒരു പ്ലേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതപ്പോൾ അവിടുത്തെ പയ്യൻ കൊണ്ട് തന്നു. അപ്പോൾ ഞാനും ഒരു പീസ് കഴിക്കുവാണേ. ഭയങ്കര ആക്രാന്തത്തോടു കൂടിയൊക്കെ ആട്ടോ കഴിച്ചു തുടങ്ങിയത്. പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമായില്ല. എന്താണെന്നറിയില്ല. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും വാങ്ങിയതാണല്ലോ, നമ്മൾ കഴിക്കുമല്ലോ. ബിരിയാണിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. നല്ല രസമായിട്ട് ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.